പുരോഗമിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. SNDPയുമായുള്ള ഐക്യത്തിൽ നിന്ന് പിന്മാറി NSS. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NSS SNDP ഐക്യം പ്രായോഗികമല്ലെന്ന് NSS ഡയറക്ടർ ബോർഡ്. ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. NSSന് എല്ലാ പാർട്ടികളോടും സമദൂര നിലപാട് മാത്രം. എല്ലാ സമുദായങ്ങളോടും എന്ന പോലെ SNDPയും സൗഹാർദ്ദത്തിൽ പ്രവർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, SNDPയുമായുള്ള ഐക്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് NSS. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SNDP NSS ഐക്യം പ്രായോഗികമല്ല എന്നാണ് ഇപ്പോൾ NSS ഡയറക്ടർ ബോർഡ് പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? SNDPയുമായുള്ള ഐക്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് NSS. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NSS SNDP ഐക്യം പ്രായോഗികമല്ല എന്നാണ് NSS ഡയറക്ടർ ബോർഡ് പറയുന്നത്. ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, SNDPയുമായുള്ള ഐക്യത്തിൽ നിന്നും ഇപ്പോൾ NSS പിന്മാറിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള പരിഹാസങ്ങൾക്കും എല്ലാം ശേഷമാണ് NSSും SNDPയും ഐക്യത്തിന് എന്നൊരു വാർത്ത വരുന്നത്. ആ വാർത്ത വന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എത്ര ദിവസം ഈ ഒരു ഐക്യം മുന്നോട്ട് പോകും എന്നത് സ്വാഭാവികമായും കേരളത്തിലെ എല്ലാവരും തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. എത്ര കണ്ട് ആയുസ്സുണ്ടാകും ഈ ഐക്യത്തിന് എന്നത്. എന്നാൽ അതിലിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം വന്നിരിക്കുകയാണ്. ഐക്യത്തിന് അത് പ്രായോഗികമല്ല. അത്തരത്തിലൊരു ഐക്യത്തിൽ നിന്ന് NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പെരുന്നയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാമുദായിക സാഹചര്യത്തിൽ NSSന്റെയും SNDPയുടെയും ഐക്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രായോഗികമല്ല. അപ്പോൾ അത്തരത്തിലൊരു പരാജയപ്പെടാൻ എന്ന് ഉറപ്പുള്ള ഒരു ശ്രമം അത് വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം NSS വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ജി സുകുമാരൻ നായരുടെ പേരിൽ NSSന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ജി സുകുമാരൻ നായർ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. മുൻപും പലതവണ പല കാരണങ്ങളാൽ NSS SNDP ഐക്യം വിജയിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു ശ്രമം പരാജയമാകും എന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. അതിൽ നിന്ന് NSS പിന്മാറുകയാണ്. മാത്രമല്ല, NSSന് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാകില്ല എന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. NSSനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടികളോടും സമദൂരം എന്നതാണ് NSSന്റെ നിലപാട്. അതായത് ഒരു പാർട്ടിയെയും കൂടുതലായി പിന്തുണയ്ക്കുകയോ കൂടുതലായി കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ എല്ലാ പാർട്ടികളിൽ നിന്നും ഒരേ അകലം പാലിച്ചു നിൽക്കുകയും എല്ലാ പാർട്ടികൾക്കും ഒരേ പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സമദൂര നിലപാടാണ് NSS സ്വീകരിച്ചു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഐക്യം ശരിയാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ സമുദായങ്ങളോടും ഉള്ളതുപോലെ തന്നെ സൗഹാർദ്ദപരമായ ഒരു നിലപാട് അല്ലെങ്കിൽ സൗഹാർദ്ദപരമായ ഒരു ബന്ധം SNDPയോടും നിലനിർത്തണമെന്നാണ് NSS ആഗ്രഹിക്കുന്നത് എന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തായാലും പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു ഐക്യം വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. എന്തായാലും ഇന്ന് നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പല ആളുകളിൽ നിന്നും ഇതിനൊരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിന് മുൻപ് നടത്തിയ 20-ാം തീയതി, കഴിഞ്ഞ 20-ാം തീയതി 21-ാം തീയതികളിലെല്ലാമാണ് ഈ ഒരു വിഷയം കൊടുമ്പിരി കൊണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ജി സുകുമാരൻ നായർ തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു ഐക്യത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഐക്യം എന്നായിരുന്നു അന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞത്. SNDPയുമായുള്ള ഐക്യം എന്ന് പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അതിലുപരി മലയാളികളുടെ ആവശ്യമാണ് എന്നുള്ള
രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഐക്യം ഇത്ര വൈകിപ്പോയി, എന്തുകൊണ്ടാണ് ഈ ഒരു ഐക്യം ഇത്രത്തോളം വൈകിയത് എന്ന് മാത്രമാണ് തനിക്ക് സംശയമുള്ളൂ എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഏതാണ്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഐക്യം രൂപീകരിച്ചിട്ട് ഒരാഴ്ച പോലും തികയുന്നതിന് മുൻപാണ് ഇപ്പോൾ ആ ഐക്യത്തിൽ നിന്ന് പിന്മാറി എന്ന് തൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പെല്ലാം അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും ഈ സമയത്തുണ്ടാകുന്ന ഐക്യം അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ്. ഇരു നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല SNDPയുടെ നിലവിലെ രാഷ്ട്രീയ ചായ്വ്, രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് അവരുമായൊരു ഐക്യം ഉണ്ടാക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള പിന്തുണ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിനോട് ചേർത്ത് NSSൻ്റെ പേര് കൂടി വരാനും ഒരു കാരണമാകും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡിൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ആ ഐക്യം എന്തായാലും ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ്. NSSഉം SNDPയും ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയായിരിക്കും പ്രായോഗികം എന്ന് തന്നെയാണ് ഇപ്പോൾ NSSൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്. വ്യക്തമാണ്. SNDPയുമായുള്ള ഐക്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് SNDP NSS ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് NSS ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ നേരത്തെ പറഞ്ഞിരുന്നത്. ഐക്യം വേണമെന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഐക്യത്തിൽ നിന്നും പിന്മാറി എന്നൊരു വാർത്തയാണ് എത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NSS SNDP ഐക്യം പ്രായോഗികമല്ല എന്നാണ് NSS ഡയറക്ടർ ബോർഡ് പറയുന്നത്. ഇന്ന് പെരുന്നയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനമുണ്ടായത്. NSSൻ്റെ എല്ലാ പാർട്ടികളോടും സമദൂര നിലപാട് മാത്രമാണെന്നും എല്ലാ സമുദായങ്ങളോടും എന്ന പോലെ SNDPയുമായും സൗഹാർദ്ദത്തിൽ പ്രവർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നതെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്. വാർത്തകൾ നോക്കാം. വിവാദ പ്രസംഗവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി